അതെ, കുറച്ച് കാലമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഇടാം. ഈ മന്ത് ഫസ്റ്റ് വീക്ക് നമ്മൾ ഒന്ന് എറണാകുളം പോയിട്ടുണ്ടായിരുന്നു. ഒരു കമ്പനീൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പം നമ്മൾ ഹസ്ബൻഡ് ഓൾറെഡി എറണാകുളത്തായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ 3 പേരും, അതുപോലെ തന്നെ റിജിലൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും ഒരു മോളും കുഞ്ഞു വാവയുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരുമിച്ച് പോയതായിരുന്നു. അപ്പം യാത്രയ്ക്ക് അടിപൊളിയായിരുന്നു. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു ഉച്ചയാവുന്ന സമയത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ ജാനി ഓൾറെഡി അങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതെല്ലാം അഴിച്ച് വെച്ച് അവൾ നോർമൽ ഒരു ഡ്രസ്സും മുടി പോലും കെട്ടാൻ സമ്മതിച്ചില്ല. അതേപോലെ നമ്മൾ താഴെ ഇറങ്ങി വിശക്കുമെന്ന് പറഞ്ഞിട്ട് ഇതൊരു 11 o'clock കേട്ടോ ഈ സമയം. അപ്പം ആ സമയത്തും ഒരുപാട് ഷോപ്പ് ആ സമയത്ത് ഓപ്പണാണ്, കാരണം ഓണം അടുപ്പിച്ചായിരുന്നു അത്. അങ്ങനെ നമ്മൾ തൊട്ട താഴത്തെ ഫലൂദ നേഷനിൽ പോയിട്ട് അടിപൊളി ഫലൂദ വാങ്ങിച്ചു. എനിക്ക് ഡയറ്റൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് ഞാനും ഒന്ന് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജാനി വാങ്ങിയത് ഓറിയോൻ്റെ ഫലൂദയായിരുന്നു, ഞാൻ മറ്റേ ടെൻഡർ കോക്കനറ്റും. അപ്പോൾ ഋത്തുവിനാണ് അതിൽ പാളിപ്പോയത്. ഋതു വാങ്ങിയത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു തോന്നുന്നു. പക്ഷേ ജാൻവീൻ്റെ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് തന്നെ വേണമെന്ന് പറഞ്ഞ് കുറേ കരഞ്ഞു. അപ്പോൾ പിന്നെ വല്ലപ്പോഴും വേണം നമ്മളിങ്ങനെ ഫലൂദ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ വിചാരിച്ചു എന്തായാലും പാവല്ലേ, കുറേ കരഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വാങ്ങിക്കൊടുത്തു. നല്ലതായിരുന്നു. നമ്മൾ 3 പേര് മാത്രം കുറച്ച് നേരം, അതായത് ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ എറണാകുളത്തോടെ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു രസമായിരുന്നു. പിന്നെ കുറേ നേരം നമുക്ക്, കാരണം ഓണായതുകൊണ്ടും എല്ലാ ഷോപ്പുകളും ഓപ്പണുമാണ്. പിന്നെ നമുക്കങ്ങനെ പേടിയൊന്നും തോന്നില്ലായിരുന്നു, കാരണം എല്ലാ ആളുകളും പകൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയമൊക്കെ എനിക്ക് തോന്നുന്നൊരു അരമണിക്കൂറിലധികം നമ്മളവിടെ തന്നെ ചിലവഴിച്ചു. പിന്നെ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിന്നെ അന്ന് ഞങ്ങൾ തിരിച്ച് വന്നില്ല. പിന്നെ 2 ദിവസം അവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെ നിന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നത്. അത് ഇവർക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ആയി, കാരണം കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവർ ശരിക്കും അത് എൻജോയ് ചെയ്തു, ഞാനും കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് ഓണത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ കമ്പനിയുടെ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ആ കമ്പനിയുടെ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 9 o'clock ആകുന്ന സമയത്തേക്ക് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് നേരെ നമ്മൾ ഓഫീസിൽ പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഓണ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്നും അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം നമ്മുടെ പർച്ചേസിങ്ങും ഓണത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കാലിക്കറ്റ് തിരിച്ചെത്തിയത് കേട്ടോ.